തൂക്കുമ്പോഴേ ഇവിടെയൊക്കെ ഒന്ന് തൂക്കണം കേട്ടോ. ആ ഫ്രണ്ടിൽ മാത്രം തൂത്തോണ്ട് പോകാണ്ട്. ഇതൊക്കെ എനിക്ക് വെച്ചേക്കണതാണോ? പട്ടി അടിച്ച പേപ്പറിൽ ശരിയാക്കാൻ പോയ ആളെ കാണില്ലല്ലോ അമ്മ. അതിന് എവിടെയൊക്കെ പോണാവോ അത് ശരിയാക്കാനായിട്ട്. ആ ബാല് എന്തായി? പേപ്പറൊക്കെ ശരിയായോ? ഓ ഈ ചോദ്യം ജംഗ്ഷൻ എത്തിയപ്പോൾ എല്ലാം ശരിയായോ കേട്ടിട്ട് മടുത്ത്. പേപ്പറുകളൊക്കെ നീങ്ങി തുടങ്ങി അച്ഛാ. നീക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥ ഇല്ല. അവിടെ വേറെ ഓഫീസർമാരുണ്ടോ? അവരോട് ചോദിച്ചൂടെ? വേറെ ആപ്പടെ രണ്ടുപേരേ ഉള്ളൂ. അതില് സീനിയർ ഉദ്യോഗസ്ഥ അവിടുത്തെ സെക്രട്ടറിയോ പ്രസിഡന്റ് എന്തൊക്കെയാണ്. പിന്നെ ഒരു ലാഡിയുണ്ട്, അവരോട് സംസാരിച്ച്. അവരെന്ത് പറഞ്ഞു? അവര് ചിരിച്ചോണ്ടിരിക്കും. അച്ഛാ, ഈ ഇടക്കാട്ട് വയലിൽ പട്ടി അടിച്ച ആർക്കെങ്കിലും ഈ പൈസ കിട്ടിയിട്ടുണ്ടോ? അവിടെ വെച്ചാൽ അച്ഛനെയും പട്ടി അടിച്ചേ. പൈസ കിട്ടിയാറ്റി വലിയ അറിവൊന്നുമില്ല. പക്ഷേ 1 ലക്ഷം രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് കടിയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. മക്കളെ ക്യാഷു അച്ഛനെ കടിച്ച വലിയ കടിയല്ലടാ, ഇപ്പുറത്ത് വലിയ കടിയല്ലേ? കടിച്ച ദിവസം നല്ല വലിയ കടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത്ര വലിയ പാടൊന്നും കാണുന്നില്ല, എല്ലാം മാഞ്ഞു തുടങ്ങി. എന്നാലും കുഴപ്പമില്ല. പല്ലിന്റെ പാടല്ലേ, പെട്ടെന്ന് പോവും. ചെറുതല്ലേ. ബാലുവേ, ആ ടൗൺ ഓഫീസിലെ ഉദ്യോഗസ്ഥനില്ലേ, അങ്ങേരെ ഒന്ന് വിളിച്ചു നോക്കാത്തത്? ഞാൻ അവിടെ വെച്ച് വിളിച്ചെന്നേ, റേഞ്ച് കിട്ടുന്നില്ല. അപ്പൊ ആ സ്ത്രീ പറഞ്ഞ് അങ്ങനെ ഏതോ അകന്ന ബന്ധുവിന്റെ കല്യാണത്തിന് പോയിരുന്നു. അച്ചോയ്, ഇപ്പൊ നമ്മൾ വിചാരിച്ചോല്ലോ അത്ര എളുപ്പമുള്ള കേസല്ലല്ല. സർക്കാർ കാര്യമില്ലടേ, അതൊക്കെ ശരിയാവും. ഇപ്പോഴും പല ഗവൺമെന്റ് ഓഫീസിലും ഇങ്ങനെയൊക്കെ തന്നെയാന്നേ. എല്ലാം സുതാര്യമാണെന്നൊക്കെ പറയും, പക്ഷെ പല ഗവൺമെന്റ് കാര്യങ്ങളും അതിൻ്റെതായ താമസങ്ങളുണ്ട്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പൊ ചെറിയ വ്യത്യാസമൊക്കെ വന്നു തുടങ്ങി. ആ, കുറച്ച് വ്യത്യാസമുണ്ട്. അച്ഛാ, അച്ഛൻ ഈ പേരും പറഞ്ഞ് സൈറ്റിൽ ഇപ്പൊ മര്യാദയ്ക്ക് പോവാറൊന്നുമില്ലല്ലേ? അതൊരു വിഷയമാണ്. പക്ഷെ നവാസ് കൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോളൂ. അതിന് ഉദ്യോഗസ്ഥനായിരിക്കും. ഹലോ, എന്താടാ? കിട്ടിയടാ, 1 ലക്ഷം രൂപ കിട്ടി. അടുത്ത 2 ലക്ഷം രൂപ കിട്ടാണ്ടോ? അത് തവണകളായിട്ട് കിട്ടും. എന്ത് എവിടെ വെച്ച് ആണാ? ഒരു കാര്യം ചെയ്യ്, നീ കേന്ദ്രത്തിലെ ഒരു അപേക്ഷ കൊടു. എങ്കിൽ പിന്നെ വീട്ടിൽ ഇരുന്നാ എടാ, കൊണ്ടുവരും. ഉറപ്പ്? തന്നെ. ശരി. എന്തു പറ്റി? പാസി അത് ചോദിച്ചു. എനിക്ക് പൈസ കിട്ടിയാന്ന്, പട്ടി അടിച്ചെന്റെ പൈസ കിട്ടിയാന്ന്. അവനെ ഒരു കടിച്ചെന്നു, ഒരു പട്ടി. ഇവിടെ കടിച്ചില്ല, കടിച്ചെങ്കിൽ പിന്നെ വേണ്ട, നക്കിയെന്ന് പാറമട റോഡിൽ വെച്ച്. അപ്പൊ അതിന് പൈസ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ കേന്ദ്രത്തെ അപേക്ഷ കൊടുക്കാൻ. ഡൽഹി വരെ പോണ കളിയാണ്. നമ്മൾ വീട്ടിൽ ഇരുന്നാ കിട്ടുമെന്ന്. അല്ല, പൈസ കിട്ടും പറഞ്ഞേ. അവനെ കടിച്ച പട്ടി ഇപ്പൊ ചത്തുകയാണ്. അച്ഛനൊരു കാര്യം ചെയ്യ്, വെള്ളമൊക്കെ കുടിച്ചിട്ടേ ആ ഓഫീസർ ഒന്ന് വിളിക്കാൻ നോക്ക്. ആള് റേഞ്ചില്ലാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് കല്യാണത്തിന് പോയിട്ടുണ്ടാവാം. റേഞ്ച് കിട്ടുമ്പോ തിരിച്ചു വിളിച്ചു വരും. അല്ലേ? കുത്തിയിരുന്ന് വിളിക്കും. ഇന്ന് അതിനെ പണി. പിന്നല്ല വിളിക്കാൻ പോണേ ഇപ്പോഴേ? എന്നാ വിളിക്ക്. ലച്ചുവേ ബാ. ഒരു കട്ടൻ ചേർന്ന്. അയ്യോ, ഇവിടെ ഇനിയിപ്പോ പിന്നെ തൂക്കാം. ഞാൻ തൂക്കാമ്മ, ആ ചൂലും കൊടുത്തേരെ. തുടച്ചോ. വൃത്തിക്ക് തൂക്കണം കേട്ടാ. ആ ഫ്രണ്ടില് മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റേഞ്ച് കിട്ടില്ലല്ലേ? ആ ഓഫീസർ റേഞ്ചില്ലാത്ത എല്ലാ സ്ഥലത്തായിരിക്കും വെച്ചാ. അത് തന്നെയാണ് റേഞ്ച് കിട്ടില്ലെന്ന്.